ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ഈ ലോക നന്മകളും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ആദ്യം സ്തുതിപ്പ് ചൊല്ലാം. 8ാമത്തെ ദിവസം കർക്കടകം 8. നമുക്ക് സ്തുതിപ്പ് ചൊല്ലിയിട്ട് വായിക്കാം. കർക്കടകം 8 ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്കിന്ന് 8ാമത്തെ ദിവസം വനയാത്രയാണ്. ഭഗവാൻ ശ്രീരാമനെ വനത്തിലേക്ക് പോകാനുള്ള യാത്ര ചോദിക്കാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. കൈകേയിയുടെ അടുക്കൽ പിതാവ് ദുഃഖത്തിൽ കിടന്ന് ഓർമ്മക്കടായിട്ടും കരഞ്ഞും വിളിച്ചും കിടക്കുമല്ലേ. അവിടെ നിന്ന് പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പോകുന്നതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദം അകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ അതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് ആകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളത് അറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിതു ഗാഠം ഉടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാമൽക്കലം ദിവ്യാംബരോ ഉപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ.
എന്നതു കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ, എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ, കഷ്ടം ഓർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ, വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം? ഭക്തിയാ പതിവ്രതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവ ആഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുക നീ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു, രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവനേത്ര പ്രയാണായ സത്വരം. യുദ്ധമുക്കുത രാമവക്രാംബുജം പാർത്തു, പുത്രാഹ രാമ സൗമിത്രേ ജനകജേ, രാമ രാമ ത്രിലോകാഭിരാമാംഗ, മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാം പഴിഞ്ഞു കരയുന്നതു നേരം. തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരേറുക സീതേ, വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാ, വല്ലഭനാകിയ രാമനും മാനസഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ട് വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രനും ആകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. ഭൂപനും നിൽക്കെന്നു ചൊന്നാൻ, രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാൽ അരുൾ ചെയ്തിതു. നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരമറിഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം ഒഴുത്തു വിലപിച്ചു പിന്നാലെ, തിഷ്ടതിഷ്ട പ്രഭോ രാമ ദയാനിധേ, ദൃഷ്ടിക്ക് അമൃതമായൊരു തിരുമേനി കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ മമ ദൈവമേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം വിലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ, എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്ന് നിർണയം. എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യ തൻ മന്ദിരത്തിങ്കലാക്കിടിനാൻ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു, പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നുട തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു. ജാനകിയോടും നിരാഹാരനായി ഒരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികയെ രക്ഷിച്ചു നിന്നു. സുമന്ത്രനുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പുക്ക് ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്ക് വന്നേ വരും.
മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവന് ഉള്ളിൽ നിരൂപിച്ചു. സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവൻ. സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ. ഖേദം കലർന്ന് തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ, ഇനി ഉണരും മുമ്പേ പോകാ നാം. ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേര് ഒരുമിച്ച് തന്നേരം രാഘവന്മാരും ജനക തനൂജയും തേരിലേറിടിനാർ. ആരേതുമറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം. സുമന്ത്രരും തെറ്റയോധ്യ അഭിമുഖം ഗമിച്ചിട്ടഥ തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ട്. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞ് അതികുണ്ഠിതന്മാരായി പുരം പൊക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ച് അനുദിനം പുത്രമിത്രാദികളോടു ഇടചേർന്നു ചിത്തശുദ്ധിയാ വസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാ തടമ്പുക്ക് ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരേ വിദൂരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹ തനൂജയും ശിംശപാമൂലേ സുഖേന വാണിടിനാർ. ഗുഹസംഗമം. ഗുഹന്റെ അടുക്കലേക്ക് ചെന്നു. രാമ ആഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ. തഥാ സ്വാമിയായി ഇഷ്ടവയസ്സനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സോടും ഭക്തിദൈവ സത്വരം പക്വഫല മധുപുഷ്പാദികൾ എല്ലാം കൈക്കൊണ്ടു ചെന്നു. രാമ അഗ്രേ വിനിക്ഷിപ്യ ഭക്തിദൈവ ദണ്ഡ നമസ്കാരവും ചെയ്ത് പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു. വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ച് ആശ്ലേഷവും ചെയ്ത് മന്ദഹാസം പോണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രസനവും ചെയ്ത് കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട അഞ്ജലി പൂണ്ടു ഗുഹനും ഉര ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനം അധീനമല്ലോ തവ. കിങ്കരനാ അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിൻ തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. സന്തോഷം ഉൾക്കൊണ്ടിനി നിൻ തിരുവടി സന്തതം അത്ര വസിച്ച് അരുളിയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിടണം. അന്തർമുദാ പാദപത്മരേണുക്കളാൽ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ, കാലേ കനിവോട് അനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ, സൗഖ്യം അതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ. ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമയേ തൽഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ടഭാവം വെച്ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലർന്ന് രഘൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാ മകുടത്തോടും സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരം ആശ്രിതമായ തൽപ്പസ്ഥലേ പാനീയ മാത്രം അശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ യഥാപുരാവാസവും ചെയ്ത് ഉറങ്ങിയിടുന്ന അതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പം ധരിച്ച് അന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും
വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടില്ലയോ സഖേ, പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജ നേത്രൻ ഉറങ്ങുമാറായതു. സ്വർണതൽപേ ഭവനോ ഉത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ള മുന്നം ഇന്നിഹ പല്ലവ പല്യങ്കസേമിനി വനാന്തരേ ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധര ചിത്തം ആസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രയും സത്വരം ഉത്തരം ചൊല്ലിനാർ. ഭദ്രമതേ ശൃണു മദ്വചനം, രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതൻ ആരും ഉൾക്കാമ്പിൽ ഓർത്ത് കണ്ടില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി, മറ്റേകൻ മമ ദുഃഖദാതാ വിധി. വൃഥാ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും, തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിനിന്നു കർത്താവെന്ന് തോന്നുന്നു മാനസദാരിൽ വൃഥാ അഭിമാനേന കേൾ. ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ, ഭോഗങ്ങളും നിജകർമ്മ അനുസാരികൾ. മിത്ര അരി ദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം. ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജകർമ്മവശഗതം ഒക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നനച്ചതിൽ യദ്യത് ആഗതം തത്ര കാലാന്തരേ തത്തൽ പുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥ ഓർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തേ. ശുഭ അശുഭ കർമ്മ ഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യ ഉൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാ അസുരന്മാരാലും. ലോകേ സുഖ അനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖ അനന്തര സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കിൽ. അത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ട് ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജന ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മന മരുവുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു സത്വരം. രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ആശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണിക സമാരുഹ്യ താം സൗമിത്രിണ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവ വീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി. ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരം ആദരവോട് വഹിച്ചതു തോണിയും. മംഗലാപാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാലിങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവൻ.
രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ. രക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുത് അപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിന്. അടിയന് ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലാകിൽ ഏണാങ്ക ബിംബാനന ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ. സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരം ഓരോ വിധമരുളി ചെയ്തു. ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകന്നയച്ചു രഘൂത്തമൻ. ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിൽ മേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു. മരുവിനാൻ മന്ദമന്ദം തോണി മേലെ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്ക് ചിന്തിച്ചു മരുവിനാൻ. ഭരദ്വാജ ആശ്രമ പ്രവേശം. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് കയറുകയാണ് ഇവിടുന്ന്. അതായത് ഗംഗാനദിയിൽ അക്കരെ കടന്നിട്ട് കയറിപ്പോവുകയാണ്. വൈദേഹി തന്നോട് കൂടവേ രാഘവൻ സോദരനോട് ഒരു മൃഗത്തെ കൊന്ന് സാദരം ഭുക്കുവാ. സുഖേന വസിച്ചിതു പാദവമൂലേ ദലാഢ്യ തൽപസ്ഥലേ. മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥിവൻ അർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്ന് ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമ പദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്ത് തത്ര കാണാ ഇതൊരു വടു തന്നെയും. ഒരു മുനിയെ കണ്ടു. അപ്പോൾ അവനോട് അരുൾ ചെയ്തു. രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നതു ഉടജാന്തികെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്ന്. അപ്പോൾ താപസശ്രേഷ്ഠനോട് ആ ബ്രഹ്മചാരി ചെന്ന ഭോഗസന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ട് ആശ്രിതവത്സല പാർത്തിരുന്നിടുന്നു. ആശ്രമോ ഉപാന്തേ. ആശ്രമം ശ്രായെന്നും നാക്കിൽ തിരിയുന്നില്ല. ആശ്രമോ ഉപാന്തേ ദശരഥപുത്രനുണ്ട് ആശ്രിതവത്സല പാർത്തിരുന്നിടുന്നു. ഇത് കുട്ടികൾക്കൊക്കെ ചൊല്ലാനേ പറ്റൂ, വയസ്സെന്നവർക്കൊന്നും പറ്റുന്ന വാക്കുകളല്ല. ശ്രുത്വാ ഭരദ്വാജനിദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാഖ്യപാദ്യാദിയും ഗത്വാ രഘൂത്തമ സന്നിധോ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാപരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധോ മുഴുകിനാൻ. ശ്രുത്വാ ഭരദ്വാജനിദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയും ഗത്വാ രഘൂത്തമ സന്നിധോ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാപരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധോ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യ അനുജാന്യുതം ആശീർവചനപൂർവം മുനി പുങ്കവനാശയാനന്ദം എന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം. യുദ്ധമുക്തോടജ ആനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനീന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോട് സംഗമം ഉണ്ടാക കാരണം ഇന്ന് വന്നു തപസാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തപോദന്തം രഘുപതേ ഭൂതാഭൂതം ആഗാമികം വാ കരുണാനിധേ. ഞാൻ അറിഞ്ഞീൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതു മായയാ ഭൂതലേ. ബ്രഹ്മണ പണ്ട് സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസ അവകാശമുണ്ടായതും
ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനീക ജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോടേവം അരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ. യുദ്ധം അന്യോന്യം ആഭാഷണം ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി. വാൽമീകി ആശ്രമ പ്രവേശം. വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ്. ഉത്ഥാനവും ചെയ്തു. അവിടെ തലേന്ന് രാത്രി കഴിഞ്ഞ് എണീറ്റ് ഉത്ഥാനവും ചെയ്തു ഉഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളന്തി നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചതു. ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം. നാനാ മുനികുലസങ്കുലം കേവലം നാനാ മൃഗദ്വിജാകീർണം മനോഹരം. നാനാ മുനികുല സങ്കുലം കേവലം നാനാ മൃഗദ്വിജ ആകീർണം മനോഹരം. ഉത്തമ വൃക്ഷലത പരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം. തത്ര ഗത്വാ ആസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാപരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പ സുന്ദര ഇന്ദീവരേഷണം. ഇന്ദ്രാദിവൃന്ദാരൈരഭിവന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടവത്രാണ നിപുണം ജടാമകുടോജ്വലം. ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തിപൂണ്ടാർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തിപ്രദനായ നാഥനു സാദരം പക്വ മധുര മധുഫല പൂലങ്ങൾ. ഭക്തി പൂണ്ടാർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തിപ്രദാനായ നാഥനു സാദരം പക്വ മധുര മധുഫല മൂലങ്ങളൊക്കവേ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ. നത്വാ മുനിവരൻ തന്നോട് അരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു. സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ. വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഈ ദിക്കില് ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനി. ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോ ഉചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണം അരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാ സഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷണ ചോദിക്ക കാരണം. സൗഖ്യേനതേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തനായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം. നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹാരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ട അശ്മ കാഞ്ചന തുല്യമതികളായി
ലോഷ്ട അശ്മ കാഞ്ചന തുല്യമതികളായി ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പുവിൽ ഓർക്കിലോ ദേഹത്തിനേ ഉള്ളൂ. ക്ഷുതൃ ഷഡ്ഭവ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതും. യുദ്ധം ഉറച്ചു ഭജിക്കുന്ന അവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഘനം ദേവേദസ്വരൂപം അനന്തം ഏകം സദാം വേദാന്ത വേദ്യം ആദ്യം. ജഗൽ കാരണം നാദാന്തരൂപം പരം ബ്രഹ്മം അച്യുതം സർവഗുഹാശസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനാലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക. ശ്രീപദേ സന്തതാഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ത്വൽപാദ സേവാരതാത്മനാം സന്തതം ത്വന്നാമ മന്ത്ര ജപ ശുചി സന്തോഷ ചേതസാം ഭക്തി ദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ. ചിന്തിത ചിന്താമണി ദയാവാരിധേ സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ത്വൽപാദ സേവ രഥാത്മനാം ത്വൽപാദ സേവ രഥാത്മനാം സന്തതം. ഭഗവാൻ തന്നെ ഭഗവാന്റെ പാദത്തിൽ ഇരിക്കുമ്പോൾ രമിക്കുക, ആനന്ദിക്കുക. അങ്ങനെയുള്ളവരുടെ ത്വന്നാമ മന്ത്ര ജപ ശുചി, ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ജപങ്ങൾ ശുചിച്ച് ചിത്തം മനസ്സ് ചേതം എത്രമാത്രം ചേതസ് ആനന്ദം ആക്കുന്നു. ഭക്തി ദ്രവാത്മനാം ഭക്തി കൊണ്ട് ദ്രവിക്കുന്നു, ലീനമാകുന്നു, ബാഷ്പാകുലനാകുന്നു. ഭഗവാന്റെ പാദത്തിൽ ചേർന്നിരുന്ന് ഭഗവാനെ ധ്യാനിക്കുമ്പോൾ, ഭക്തി കൊണ്ട് ജപിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ആരുടെ മനസ്സാണ് ചിത്തം മനസ്സ് ദ്രവിക്കുന്നത്, ലീനമാകുന്നത്, ഹർഷാദ് അതത്രമാത്രം ഹൃദയം ലയിച്ച് ആനന്ദ ചിത്തത്തിൽ ഇരുന്ന് ഭഗവാൻ ലയിച്ച് ചേരുക, ആനന്ദ ബാഷ്പം ചൊരിയുക. അങ്ങനെ ഉള്ള ഹൃദയം അതാണ് സന്തത അഭ്യാസം. അതായത് യോഗാഭ്യാസം കൊണ്ട് മനസ്സ് ദൃഢമാക്കിയോടെ പരമാത്മന് ലയിച്ചിരിക്കണം. മനസ്സ് വധിക്കുക, സർവ്വതും ത്യജിക്കുക, എല്ലാത്തിൽ നിന്നും വിരമിക്കുക. അപ്പോൾ ദൃഢമായ മനസ്സോടി ഭഗവാനിൽ രമിക്കാം. അങ്ങനെ ഉള്ളവരാണ് സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ത്വൽപാദ സേവ രഥാത്മനാം സന്തതം ത്വന്നാമ മന്ത്ര ജപ ശുചി സന്തോഷ ചേതസാം ഭക്തി ദ്രവാത്മനാം അന്തർഗതനായി വസിക്ക. അങ്ങനെ ഉള്ളവരുടെ അന്തർഗതത്തിൽ ഹൃദയത്തിൽ വസിക്ക നീ സീതയാ. അങ്ങനെ ശ്രീരാമനും സീതയും അങ്ങനെ ഉള്ളവരുടെ ഹൃദയത്തിൽ വസിച്ചുകൊള്ളൂ. അന്തർഗതനായി വസിക്ക നീ സീതയാ. ചിന്തിത ചിന്താമണേ ദയാ വാരിധേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്കിന്ന് 8ാമത്തെ ദിവസം ഇവിടം വരെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ ഉള്ളവരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. ഇതിനു മുമ്പേ പറഞ്ഞ കുറേ കാര്യങ്ങളെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാനിത് അർത്ഥമൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ ഇതങ്ങനെ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ് വായിച്ചു പോയത്. ഇത് അത്രമാത്രം എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ട ഒരു കാര്യം. ഈ ഒരു ഭാഗം നമ്മുടെ ഹൃദയം എത്രമാത്രം എങ്ങനെ ഇരിക്കണം, അതായത് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്ത എന്തിലും ഒരേ സമചിത്തതയും സർവ്വജീവജാലങ്ങളും സമദൃഷ്ടിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ആർക്കാണുള്ളത് അങ്ങനെയുള്ള ഹൃദയങ്ങളായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അങ്ങനെ ആകാൻ ശ്രമിക്കാം. ഇല്ലാത്തവരങ്ങനെ ആകുക. എന്നിട്ട് എന്ത് വേണം, നമ്മൾ ഭഗവാനെ ലയിക്കുക, രമിക്കുക, ആനന്ദാത്മനാ ചേരുക. അതാണ് ഇവിടെ അങ്ങനെ ഉള്ളവരുടെ ഹൃദയമാണ് വസിക്കാൻ ഇടം എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനോട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് നമുക്ക് തന്ന ഉപദേശം ഇതല്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.